future energy of wheels. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരുപാട് കാലമായി. അപ്പം ചെറിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, മിക്ക യൂട്യൂബേഴ്സും ഈ സാധനം വെച്ചിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സൈക്കിളിൻ്റെ കൺവേർഷൻ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത് ഈ ടൈപ്പ് രീതിയിലുള്ള മോട്ടോർ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു സാധാ സൈക്കിളിനെ ഇലക്ട്രിക്കിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കൺവേർഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് സംഭവം ലോക്കൽ മെയ്ഡാണ്. ലോക്കൽ മെയ്ഡ് എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും ലോക്കലായിട്ടുള്ള സാധനമാണ് ഈ കാണുന്നത്. ലോക്കലായിട്ടുള്ള സാധനം എന്ന് പറയാൻ കാര്യം വേറെ ഒന്നുമില്ല, ഇതിൻ്റെ ക്വാളിറ്റി ഇതാണ്. അത് മാത്രമല്ല, നമ്മൾ സൈക്കിളിൽ കൺവേർട്ട് ചെയ്ത് ഉപയോഗിച്ചാലും ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യത്തില്ല, പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്ന ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു സൈക്കിളിൻ്റെ കൺവേർഷൻ വേണ്ടിയിട്ട് എടുത്തതല്ല, വേറൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ കിറ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് വരുന്നത് പറഞ്ഞാൽ 24 വോൾട്ടിൻ്റെ ഒരു മോട്ടറാണ് വരുന്നത്. ഇത് സൈക്കിളിൽ മൗണ്ട് ചെയ്യുന്നത് പറഞ്ഞാൽ സൈക്കിളിൻ്റെ സൈഡിലായിട്ടാണ് ഈ മോട്ടർ മൗണ്ട് ചെയ്യുന്നത്. സൈക്കിളിൻ്റെ വീല് പിടിപ്പിച്ചേക്കുന്നതിൻ്റെ ആ കമ്പിയിൽ മൗണ്ട് ചെയ്താണ് ഈ മോട്ടർ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ക്ലാമ്പാണ് ഇത്. ഇത് നമ്മുടെ ഫ്രെയിമിൽ, സൈക്കിളിൻ്റെ ഫ്രെയിമിൽ സെറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്താണ് മോട്ടറിനെ മൗണ്ട് ചെയ്യുന്നത്. ആ മോട്ടറിനെ മൗണ്ട് ചെയ്തിട്ട് മോട്ടറിൻ്റെ ഈ ടീത്ത് വഴി ഒരു ചെറിയ ചെയിൻ ഇട്ട് നമ്മൾ ഫ്രീ വീലിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ സാധനം നമ്മൾ സൈക്കിളിൽ ചെയ്യുന്നത്. സാധാ സൈക്കിളിലോട്ട് ഇലക്ട്രിക് സൈക്കിൾ ആക്കുന്നത് ഈ രീതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. ഇതൊക്കെ ഈ ഫുൾ സാധനങ്ങൾ കിറ്റിൽ വന്ന ഈ ഫ്രീ വീലിൽ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. ഈ ചെയിനൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ്. അതിനൊക്കെ തന്നെ ബ്രേക്ക് ലിവർ, കട്ട് ഓഫ് സ്വിച്ച് വരുന്ന രീതിയിലുള്ള ബ്രേക്ക് ലിവർ ഉണ്ട്. പിന്നെ ഇതിന് വന്നിരിക്കുന്ന ആക്സിലേറ്ററിൻ്റെ അകത്തൊരു ഹോൺ സ്വിച്ച് ഉണ്ട്. ഇഗ്നിഷൻ കീ അല്ല വരുന്നത്, ഒരു ഹോൺ സ്വിച്ച് ആണ് വരുന്നത്. അത്യാവശ്യം ലെങ്തുള്ള വയറാണ്. ഇഗ്നിഷൻ കീക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഈ കിറ്റ് വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിറ്റും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത്. കാരണം ഇതിൽ അടിച്ചിരിക്കുന്ന കണക്ടർ ഈ കൺട്രോളറിൽ കണക്ട് ചെയ്യാനുള്ള രീതിയിലുള്ള കണക്ടേഴ്സ് ഒന്നുമില്ല. ഇതല്ലാതെ ഒരു ഇഗ്നിഷൻ കീ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ ലെവലൊക്കെ ഇൻഡിക്കേഷൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നുണ്ട്, ഒരു ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ പോലെ. അത് ഹാൻഡിൽ പിടിപ്പിക്കുന്നതാണ്. അതിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ കാണിക്കാനുള്ളൊരു ഇൻഡിക്കേഷനൊക്കെ ഉണ്ട്. അതിനൊക്കെ തന്നെ ചെറിയൊരു 3 LED ബൾബൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഹാൻഡിൽ മൗണ്ട് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ അറ്റത്ത് കണക്ടേഴ്സ് ഒന്നുമില്ല, വയറ് ചുമ്മാ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ കൺട്രോളർ. ഇത് ഏത് കമ്പനിയുടെ ഞാൻ പറഞ്ഞില്ല. ഇത് കൈത്തൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു കിറ്റാണിത്. ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് 24 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. 24 വോൾട്ടിൻ്റെ കിറ്റാണ്. അതിനൊക്കെ തന്നെ ഇതിൻ്റെ വോൾട്ടേജ് കറണ്ട് എന്ന് പറയുന്നത് 21.1, 21 ആംപിയർ ആണ് ഈ കൺട്രോളർ. അത്യാവശ്യം ഒരു വെയിറ്റ് ഉള്ള ഒരാൾ കയറി അത്യാവശ്യം നീങ്ങാനുള്ള പവർക്ക് ഇതിനുണ്ട്. പിന്നെ ഇതിൽ അടിച്ചിരിക്കുന്ന കണക്ടേഴ്സ് ആക്സിലേറ്ററിൻ്റെ ഉണ്ട്. അതിനൊക്കെ തന്നെ ബ്രേക്ക് ലിവർ കണക്ട് ചെയ്യാനുള്ളതുണ്ട്. മെയിൻ പോസിറ്റീവ് നെഗറ്റീവ്, മോട്ടറിലോട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ്, ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്യാനായിട്ടുള്ള കണക്ടർ, ഇത് ഇത്രയാണ് ഇതിൽ വരുന്നത്. ഈ കൺവേർഷൻ കിറ്റുകൾ യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇതാണ് 24 വോൾട്ടിൻ്റെ ഒരു കിറ്റ് ഉണ്ടല്ലോ, വില കുറവാണല്ലോ, അത് എടുത്തു തരാമോ എന്ന് ചോദിച്ച് ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇത് സംഭവം ജസ്റ്റ് ഒരു സാധനം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഈ കിറ്റ് എടുത്ത് വെച്ച് ചെയ്യുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾക്കത് ലോങ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും ഈ കിറ്റ് എടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് നമുക്ക് കുറച്ചാൾ കൊണ്ടു നടക്കാം, പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കിന് ഇതൊക്കെ അങ്ങ് പോകും. ഇതിൻ്റെ കണ്ടീഷൻസ് ഒക്കെ അങ്ങ് ഒരു വല്ലാത്ത രീതിയിലോട്ട് മാറും. അത് മാത്രമല്ല, ഇത് 24 വോൾട്ടാണ്. നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റുള്ള 2 പേര് കയറി കഴിഞ്ഞാൽ പിന്നെ സൈക്കിൾ നീങ്ങത്തില്ല. അങ്ങനത്തെ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഈ കിറ്റിനുണ്ട്. പിന്നെ ഇതിന് സാധാ ചെയിൻ്റെ കൂടെ തന്നെ വേറൊരു ചെയിനും കൂടെ നമ്മൾ ഫ്രീ വീലിൽ കണക്ട് ചെയ്യേണ്ടി വരും. അതായത് സാധാ ചെയിൻ ഒരു സൈഡിലും ഈ ഫ്രീ വീല് ഇപ്പുറത്തെ സൈഡിലും നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ 2 ചെയിനൊക്കെ ഈ സൈക്കിളിൽ കൊടുക്കേണ്ടി വരും. ഹബ് മോട്ടർ ആകുമ്പോഴത്തേക്കും ആ പ്രോബ്ലം ഒന്നുമില്ല, നിലവിലുള്ള ചെയിൻ മാത്രം നിർത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് വിലക്കുറവാണെന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും വാങ്ങിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഗുണം മാത്രമേ ഈ കിറ്റ് കൊണ്ടുള്ളൂ. അപ്പോൾ ഈ കിറ്റിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇത്ര ഐറ്റമാണ് ഈ കൺവെർഷൻ കിറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ മോട്ടർ, ഈ കൺട്രോളർ, ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ്, ആക്സിലേറ്റർ, ആ ബ്രേക്ക് ലിവറുമാണ് ഇലക്ട്രിക് സൈക്കിളിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ സൈക്കിളിലോട്ട് മൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്ലേറ്റ്, ആക്സിലുകൾ. ഈ ആക്സിൽ തന്നിരിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നമ്മൾ സാധാരണ ചവിട്ടുന്ന പെഡൽ വരുന്ന ഫ്രീ വീൽ ഇടാനും ഇപ്പുറത്തെ സൈഡിൽ ഈ മോട്ടറിൻ്റെ ഈ ഫ്രീ വീൽ ഇടുന്നതിനും വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അവരെ ആക്സിൽ തരുന്നത്. സൈക്കിളിൽ നിലവിലുള്ള ആക്സിൽ ഇളക്കി കളഞ്ഞിട്ട് ഈ ആക്സിൽ അതിൽ കയറ്റി ഇടണം, എങ്കിലേ നമുക്കിത് മൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആക്സിൽ കയറ്റി അതിൽ ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഈ ഫ്രീ വീൽ ഈ ആക്സിലോട്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇത്രയാണ് ഈ കിറ്റിൻ്റെ അകത്ത് വരുന്നത്. ഇഗ്നിഷൻ കീടത്
കൺട്രോളർ പറയത്തക്ക വലുതായിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ 24 വോൾട്ടിൻ്റെ 21 ആംപിയറിൻ്റെ ഒരു കൺട്രോളറാണ്. പിന്നെ ഈ മോട്ടറിനെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഹബ് മോട്ടറിൻ്റെ കണക്ക് 3 വയറല്ല വരുന്നത്, 2 വയറുകൾ. അതായത് പോസിറ്റീവ് നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം ബാറ്ററിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മോട്ടർ റണ്ണിങ് ആക്കാൻ പറ്റും. മറ്റേ ഹബ് മോട്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ലൈൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ റണ്ണിങ് ആക്കാൻ പറ്റത്തില്ല. കാരണം അതിൽ 3 വയറായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കൺട്രോൾ ത്രൂ മാത്രമേ നമുക്കത് റണ്ണിങ് ആക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ക്വാളിറ്റി പറഞ്ഞ കണക്കാണ്, ചെറിയൊരു ക്വാളിറ്റിയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഓൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഹോണും കാര്യങ്ങളൊക്കെ സൗണ്ട് കേൾക്കുന്നതൊക്കെ ഇതിൻ്റെ അകത്തു നിന്നാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാറ്ററിയുടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പറയത്തക്ക. പിന്നെ ത്രോട്ടിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെ. അതിൻ്റെ അകത്തൊരു ഹോൺ സ്വിച്ച് വരുന്നുണ്ട്. അതിൻ്റെ വയറൊക്കെ നല്ല ലെങ്ത് ഉണ്ട്. ഈ ആക്സിലേറ്ററിൻ്റെതും അതിനൊക്കെ തന്നെ ബ്രേക്ക് ലിവറിൻ്റെ കേബിളിനൊക്കെ നല്ല ലെങ്ത് ഉണ്ട്. ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ വയർ അഡീഷണൽ കണക്ട് ചെയ്യേണ്ടി വരും, കാരണം ലെങ്തൊക്കെ കുറവാണ്. ഇഗ്നിഷൻ കീയുടെ ആയാലും നമ്മൾ വെക്കുന്നിടത്തുനിന്ന് പിന്നെ കണക്ടർ വഴി വയർ കൊണ്ടുവന്ന് ഇതിൽ കൊടുക്കണം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ കിറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. വിളിക്കണ്ട, കാരണം വിളിച്ച് ഒരുപാട് കോളുകൾ വരുന്ന എല്ലാം കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയയ്ക്കുക. വോയിസ് മെസ്സേജ് അയച്ചാലും മതി. വോയിസ് മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ ഫ്രീ ആവുന്ന ടൈമിൽ അത് കേട്ടിട്ട് അതിനനുസരിച്ചുള്ള റിപ്ലൈ തരാം. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്താണെന്ന് വെച്ചാൽ അന്നേരം നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ട് തരാം.